അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചു, നിശ്ചയം അന്ത്യദിനത്തിൽ അള്ളാഹു വിളിച്ചു പറയും, ഓ മനുഷ്യ, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. മനുഷ്യൻ അപ്പോൾ പറയും, എൻ്റെ നാഥ, നീ ലോകരക്ഷിതാവായിരിക്കെ ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? അപ്പോൾ അള്ളാഹ് പറയും, എൻ്റെ ഇന്ന അടിമ രോഗിയാണെന്ന് നീ അറിഞ്ഞിരുന്നുവല്ലോ, എന്നിട്ട് അവനെ നീ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ സമീപത്ത് താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് താങ്കൾ അറിഞ്ഞിരുന്നില്ലേ? ഓ മനുഷ്യ, ഞാൻ നിന്നോട് ആഹാരം ആവശ്യപ്പെട്ടു, എന്നിട്ട് നീ എനിക്ക് ആഹാരം നൽകിയില്ല. മനുഷ്യൻ പറയും, നാഥ, നീ ലോകരക്ഷിതാവായിരിക്കെ ഞാൻ എങ്ങനെ നിനക്ക് ആഹാരം നൽകും? അപ്പോൾ അള്ളാഹ് പറയും, എൻ്റെ ഇന്നദാസൻ നിന്നോട് ആഹാരം ചോദിച്ചത് നിനക്ക് അറിയാമായിരുന്നല്ലോ, എന്നിട്ട് അവന് നീ ആഹാരം നൽകിയില്ല. നീ അവന് ആഹാരം നൽകിയിരുന്നുവെങ്കിൽ എൻ്റെ സമീപം നിനക്കത് കാണാമായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നില്ലേ? ഓ മനുഷ്യ, ഞാൻ നിന്നോട് പാനീയം ആവശ്യപ്പെട്ടു, എന്നിട്ട് നീ എനിക്ക് പാനീയം നൽകിയില്ല. അവൻ ചോദിക്കും, എൻ്റെ നാഥ, നീ ലോകരക്ഷിതാവായിരിക്കെ നിനക്ക് ഞാൻ എങ്ങനെ പാനീയം നൽകും? അള്ളാഹ് പറയുന്നു ആ സമയത്ത്, എൻ്റെ ഇന്നദാസൻ നിന്നോട് പാനീയം ആവശ്യപ്പെട്ടു, എന്നിട്ട് അവന് നീ പാനീയം നൽകിയില്ല. അവന് നീ പാനീയം നൽകിയിരുന്നുവെങ്കിൽ എൻ്റെ സമീപം അത് നിനക്ക് കാണാമായിരുന്നു. അല്ലാമ ത്വീബി പറയുന്നു, ഈ വാക്യത്തിൽ രോഗസന്ദർശനം പിന്നീട് പറഞ്ഞ അന്നദാനം, ജലദാനം എന്നതിനേക്കാൾ പ്രതിഫലം കൂടിയതാണെന്നതിലേക്ക് സൂചനയുണ്ട്. അന്നദാനവും ജലദാനവും അതിനേക്കാൾ പ്രതിഫലം കൂടുതലാണ് രോഗസന്ദർശനത്തിന്. കാരണം ഒന്നാമത്തെ കാര്യത്തെ അവൻ്റെ സമീപത്ത് നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന വാക്കുകൊണ്ട് പ്രത്യേകമാക്കിയിട്ടുണ്ട്. അതിൽ അള്ളാഹു മാനസികമായി തളർന്ന അഗതിയിലേക്ക് ഏറ്റവും അടുത്തവനാണെന്ന സൂചനയും അതിലുണ്ട്.